കിടക്കുമ്പോൾ ഉണ്ടാകുന്ന നടുവേദന ക്യാൻസർ ലക്ഷണമാണോ? എല്ലാ നടുവേദനയും ക്യാൻസർ ആണോ? മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് നടുവേദന വരുമ്പോഴത്തേക്കും. യെസ്, നടുവേദന ക്യാൻസറിന്റെ ഒരു ലക്ഷണമാകാം. എന്നിരുന്നാലും എല്ലാ നടുവേദനയും ക്യാൻസർ ലക്ഷണമല്ല. എപ്പോഴാണ് നടുവേദന ക്യാൻസറിന്റെ ഒരു സിംറ്റമായിട്ട് മാറുന്നത്? 3-4 സാഹചര്യത്തിൽ. ഒന്ന്, എക്സ്ട്രീംസ് ഓഫ് ഏജ്, വളരെ കൊച്ചുകുട്ടി അല്ലെ വളരെ മുതിർന്ന ഒരാള്. 2, ഒരു കാരണമില്ലാതെ വേദന ഉണ്ടാകുക, അതായത് നേരെ ഒരു ഇഞ്ചുറിയോ ഒരു വീഴ്ചയോ ഇല്ലാതെ വേദന ഉണ്ടാകുക. 3, പെയിൻ അറ്റ് റെസ്റ്റ്, കിടക്കുമ്പോൾ രാത്രിയിൽ വേദന ഉണ്ടാകുക. 4, ഈ വേദന കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇരിക്കാനും നടക്കാനും ബുദ്ധിമുട്ട് വരിക. 5, ഈ വേദന കാലിലോട്ട് തരിപ്പും പെരുപ്പായിട്ട് വരിക. 6, ഇതിന്റെ കൂടെ ന്യൂറോളജിക് സിംറ്റംസ് വരിക, മലമൂത്ര വിസർജന തടസ്സം വരിക അല്ലെങ്കിൽ തളർച്ച വരിക. അവസാനമായിട്ട് ഇതിന്റെ കൂടെ എവിടെങ്കിലും മുഴ കാണുക അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ്, ഇതൊക്കെ വരിക. ഇതൊക്കെ ഇതിന്റെ അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് ആണ്. ഈ മാതിരിയുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നടുവേദന ഒരു ക്യാൻസർ ലക്ഷണമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ശ്രദ്ധിക്കുക, ഭൂരിപക്ഷം വേദനയും ക്യാൻസർ ലക്ഷണമല്ല. ചില സമയത്ത് സെക്കൻഡറി ട്യൂമേഴ്സ് അല്ലെങ്കിൽ ശരീരത്തിന്റെ വേറൊരു ഭാഗത്ത് സംഭവിച്ചിട്ട് നട്ടലിലോട്ട് സ്പ്രെഡ് ആയിട്ടുള്ള ട്യൂമറാണ് സാധാരണ നടുവിൽ വരുന്ന കോമൺ ട്യൂമേഴ്സ്. ആ സമയത്ത് വേദന ലേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നേരത്തെ അസുഖത്തിൻ്റെ ലക്ഷണം, ബാക്കി പ്രൈമറി അസുഖത്തിൻ്റെ ലക്ഷണം കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ.